സംസ്ഥാനത്ത് ഇന്നലെ ഒമിക്രോൺ സ്ഥിരീകരിച്ച 4 പേരുടെ സമ്പർക്ക പട്ടികയിലുള്ളവർക്ക് ഇന്ന് കോവിഡ് പരിശോധന നടത്തും. രോഗലക്ഷണങ്ങളുള്ളവരെയാണ് പരിശോധിക്കുക. പരിശോധനയിൽ പോസിറ്റീവായാൽ സാമ്പിൾ ജനിതക ശ്രേണീകരണ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഐസൊലേഷനിലുള്ള 4 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. സിജോ ബി ജോൺ ചേരുന്നു. സിജോ, മൊത്തം 5 പേർക്ക് സംസ്ഥാനത്ത് ഇതിനകം ഒമിക്രോൺ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. കൂടുതൽ പേരുമായി ഇവർക്ക് സമ്പർക്കമുണ്ടോ? എന്താണ് വിവരം? ഇന്നലെ ഒമിക്രോൺ സ്ഥിരീകരിച്ചവരിൽ 4 പേരിൽ 3 പേരും എറണാകുളത്ത് നിന്നുള്ളവരാണ്. ഇതിൽ 2 പേർ നേരത്തെ ഒമിക്രോൺ സ്ഥിരീകരിച്ച എറണാകുളം സ്വദേശിയുമായി സമ്പർക്കമുള്ള ആളുകളാണ്. ഒമിക്രോൺ സ്ഥിരീകരിച്ച ആളുടെ ഭാര്യയും അതോടൊപ്പം തന്നെ ഭാര്യ മാതാവിനുമാണ് പുതിയതായി ഈ രോഗം പോസിറ്റീവായിരിക്കുന്നത്. ഇവർക്ക് വേറെ സമ്പർക്കമൊന്നുമില്ല. പക്ഷേ ഇന്നലെ എറണാകുളത്ത് പുതിയതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അടുത്ത കേസ് ഒരു റിസ്ക് ഫാക്ടർ നിലനിൽക്കുന്നുവെന്ന് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിൽ നിന്ന് പറയുന്നത്. അതായത് കോങ്കോയിൽ നിന്നാണ് ഈ ഉദയംപേരൂർ സ്വദേശി എറണാകുളത്ത് 7-ാം തീയതി എത്തുന്നത്. ഇയാൾക്ക് ഈ കോങ്കോ ഒരു ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെടുന്ന രാജ്യമല്ല. അതുകൊണ്ട് തന്നെ വിമാനത്താവളത്തിലെത്തിയപ്പോൾ ഇവിടെ ടെസ്റ്റ് നടത്തിയിരുന്നില്ല എന്നാണ് പറയുന്നത്. അതിനുശേഷം വീട്ടിലേക്ക് വന്നു. രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്നാണ് പരിശോധനയിൽ ഒമിക്രോൺ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇയാൾക്ക് സമ്പർക്കമുണ്ടാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുവെന്ന് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് പറയുന്നത്. എത്രത്തോളം സമ്പർക്കമുണ്ട് എന്നുള്ള കാര്യം പരിശോധിച്ചു വരുന്നു. അത്തരത്തിൽ സമ്പർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ വേഗത്തിൽ തന്നെ ടെസ്റ്റ് നടത്താൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്കാണ് ആരോഗ്യവകുപ്പ് പോകുന്നത്. എന്തായാലും ഇയാൾ സഞ്ചരിച്ചിരുന്ന ഫ്ലൈറ്റിലെ മുഴുവൻ യാത്രക്കാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇയാളുടെ അടുത്ത് ഉണ്ടായിരുന്ന ഏതാനും ആളുകളെ ഹൈ റിസ്ക് കാറ്റഗറിയിൽ തന്നെയാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവർക്ക് അടിയന്തരമായി തന്നെ പരിശോധന നടത്തും. ഇവർക്ക് ആർക്കെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ആരോഗ്യവകുപ്പിനെ അറിയിക്കണം എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റൊരാൾ ഇന്നലെ ഒമിക്രോൺ സ്ഥിരീകരിച്ചിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിനിക്കാണ്. ഇവർക്കും സമ്പർക്ക പട്ടിക തയ്യാറാക്കി വരികയാണ്. ഇവർ സഞ്ചരിച്ചിരുന്ന ഫ്ലൈറ്റിലെയും ആളുകൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് നാളെയുമായി ഈ പരിശോധന പൂർത്തിയാക്കും. അതിനുശേഷം ഇവരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ച റിപ്പോർട്ട് ലഭിക്കുന്നതനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. സിജോ ബി ജോൺ വിവരങ്ങൾ പങ്കുവച്ചു. വയനാട്ടിൽ വീണ്ടും കടുവ ആക്രമണം. പയ്യമ്പള്ളി സ്വദേശി വടക്കുംപാടം ജോണിന്റെ പശുക്കിടാവിനെയും പരുന്താനി ടോമിയുടെ ആടിനെയുമാണ് ആക്രമിച്ചത്. ഇതോടെ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വളർത്തുമൃഗങ്ങളുടെ എണ്ണം 19ആയി. വനംവകുപ്പിന്റെ തെരച്ചിൽ തുടരുകയാണ്. ജനങ്ങൾ കനത്ത ഭീതിയിലാണ് ഇവിടെ. ഈ കാട്ടിലെ മൃഗങ്ങൾ കാട്ടിലും നാട്ടിലെ ജനങ്ങൾ നാട്ടിലും എന്നുള്ളതാണ്. ഇതിനുവേണ്ടി ഞങ്ങൾ കർഷകർ ചാവേറുകൾ ആകാനും തയ്യാറാണ്. ക്ഷീരകർഷകരാണല്ലോ ഈ പ്രദേശത്ത് കൂടുതൽ. അവരുടെ ഒരു ആശങ്ക വലുതല്ലേ? അവരുടെ ആശങ്ക വളരെ വലുതാണ്. അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, പശുക്കൾക്ക് പുല്ല് വെട്ടാൻ പറ്റുന്നില്ല, പാല് കൊടുക്കാൻ പറ്റുന്നില്ല. ഇതിനൊക്കെ സർക്കാർ സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും വളരെ അധികം ആശങ്കയിലാണ് അവർ. ഈ പ്രദേശം മൊത്തം ജനങ്ങൾ, ഈ പ്രദേശ ജനങ്ങൾ കൂട്ടായ്മയിൽ ഒരു തുള്ളി ഉറക്കമുളയ്ക്കാണ്ട് അവർ പകല് ഫുള്ള് പോകുന്നുണ്ട്. രാത്രി ഫുള്ള് ഉറക്കമൊളിച്ച് കാവൽ നിൽക്കുകയാണ്. എല്ലാ തീ കൂട്ടി എല്ലാ വീടുകളിലും റോഡ് സൈഡിലും എല്ലാം വണ്ടികളും ജനങ്ങൾ മൊത്തം നിൽക്കുന്നുണ്ട്. എന്നിട്ട് പോലും കടുവേനെ ഇവിടുന്ന് ഓടിച്ചു വിടാതെ ഇവിടെ വരുന്നില്ല. എന്നിട്ട് വേറെ വഴിക്ക് കടുവ പോയിട്ട് അവിടെ ഉപദ്രവിക്കുന്നത്. പാൽ കൊടുക്കാൻ പറ്റുന്നില്ല. റബ്ബർ ടാപ്പിംഗ് നടക്കുന്നില്ല. കാപ്പി വരെയൊക്കെ നടക്കുന്ന സമയമാണ്. ഒന്നത് കാപ്പി ഇല്ല. ഈ മഴയൊക്കെ പെയ്ത് കാപ്പി കുറെ പഴുത്തു, കുറെ പച്ച, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് ഉള്ള കാപ്പിയൊക്കെ പറിക്കുന്ന സമയത്ത് പോലും ഇപ്പം ജനങ്ങൾ, അധികം സ്ത്രീകളാണ് കാപ്പി പറിക്കാൻ പോകുന്നത്. അവർക്ക് പോലും ഈ കാപ്പി പറിക്കാൻ പറ്റുന്നില്ല. കാരണം ഉള്ളോട്ടുള്ള തോട്ടത്തിലൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. പേടിയാണ്. പുല്ല് എത്താൻ പറ്റുന്നില്ല. റബ്ബർ ടാപ്പിംഗ് നടക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ജനങ്ങളൊക്കെ കുടുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഈ കടുവ ഇറങ്ങിക്കൊണ്ട്. രതീഷ് വാസ്തവൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. രതീഷ്, ഈ നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമായിരുന്നത് ഈ കടുവയ്ക്ക് കാര്യമായി തന്നെ ഈ പറഞ്ഞതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. വലിയ മുറിവുണ്ടായിരുന്നു കടുവയുടെ കഴുത്തിലടക്കം. ആരോഗ്യമില്ല എന്ന് നേരത്തെ പറഞ്ഞു, ആക്രമിക്കാൻ അടക്കമുള്ള. പക്ഷേ ഇപ്പോൾ വീണ്ടും മൃഗങ്ങളെ കൊല്ലുന്നൊരു പശ്ചാത്തലം. ഇതേ കടുവ തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും വന്യമൃഗങ്ങളുടെ ശല്യമുണ്ടോ? എന്താണ് വിവരം? രഞ്ജിത്ത്, ഈ ജനങ്ങളിൽ കൂടുതൽ ആശങ്കയുണ്ടാക്കിക്കൊണ്ടാണ് ഈ കടുവയുടെ സാന്നിധ്യം ഈ പ്രദേശത്ത് കുറുക്കുമൂല, മാനന്തവാടി, പയ്യമ്പള്ളി, പുതിയിടം ഭാഗങ്ങളിലൊക്കെ തന്നെ ഈ 18 ദിവസം കഴിഞ്ഞു. 18 ദിവസം പൂർണ്ണമായും ഈ പ്രദേശത്തുകാർ ആശങ്കയിലായിരുന്നു. ഇന്നും ഈ 18 ദിവസത്തിനുള്ളിൽ 19ലധികം വളർത്തുമൃഗങ്ങളെയാണ്, അവരുടെ ഉപജീവന മാർഗമായ വളർത്തുമൃഗങ്ങളെയാണ് ഈ കടുവ കൊന്നു തിന്നത്. ഇത് തുടരുകയാണ് എന്ന ആശങ്കയാണ് ജനങ്ങളുടെ സ്വാഭാവികമായ പ്രതിഷേധമാണ്. സാധാരണ ക്ഷീരകർഷകർ ഉൾപ്പെടുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു
മുൻകരുതൽ ജാഗ്രത ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് വേണമെന്ന കർഷകരുടെ ഒരു ആവശ്യമുണ്ട്. കാരണം അവർക്ക് 2 ആഴ്ചയിലധികമായി ഈ 19 ദിവസമായി ഇവർക്ക് ഇവരുടെ ഉപജീവനോപാധികൾ നടത്താൻ സാധിക്കുന്നില്ല. ഇപ്പോൾ വിളവെടുപ്പ് കാലമാണ്, കാപ്പി പറിക്കാൻ പറ്റുന്നില്ല, പശുവിന് പുല്ലരിയാൻ പറ്റുന്നില്ല, പാല് കൊണ്ടുകൊടുക്കാൻ കഴിയുന്നില്ല. വലിയ തരത്തിൽ ഒരു കടുവയുടെ സാന്നിധ്യം കടുവയെ പിടികൂടുക എന്നതിന്റെ അപ്പുറത്ത് ഇവരുടെ ഉപജീവന മാർഗത്തെ തന്നെ, ജീവിതത്തെ തന്നെ ബാധിച്ചു എന്നുള്ളതാണ് ഈ ചെറിയ ഗ്രാമത്തെ ആളുകൾക്ക് പറയാനുള്ളത്. അതിന്റെ പ്രതിഷേധമുണ്ട്. അപ്പോൾ നിലവിൽ ഈ ആരോഗ്യാവസ്ഥ മോശമായ കടുവയാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും ഉൾക്കാട്ടിലേക്ക് ഇരുതടാൻ പോകില്ല എന്ന് നല്ല ബോധ്യം വനംവകുപ്പിനുണ്ട്, നാട്ടുകാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ പിടികൂടുക എന്നതല്ലാതെ മറ്റ് മാർഗങ്ങളില്ല. ഇതിനെ കാട്ടിലേക്ക് തുരത്താൻ കഴിയില്ല, തിരിച്ചു വരും. കാരണം ആരോഗ്യകരമായി ഇര തേടാൻ കഴിയാത്ത ഈ കടുവയും മൃഗങ്ങളുമാണ് ഈ നാട്ടിൻപുറത്തെ ഈ വളർത്തുമൃഗങ്ങളെ വളരെ സുഖകരമായി ഇര ലഭിക്കുന്നതുകൊണ്ട് ഇവിടെ തമ്പടിക്കുകയും ഇതേപോലെ പിടിക്കുകയും ഇതിനെ ഒരു പ്രതിരോധം ഉണ്ടാക്കാൻ വനംവകുപ്പിന് കഴിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വലിയ തരത്തിലുള്ള ആശങ്കയാണ്. കാരണം ഒരു നിസ്സഹായാവസ്ഥയിൽ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ ഈ നാട്ടുകാരുടെ. കാരണം നിരന്തരം ഇവർ ഇത് പറയുന്നു, പ്രതിഷേധം നടത്തുന്നു. അതിനുശേഷമാണ് ഇത്തരം ഒരു ചില തീരുമാനങ്ങളിലേക്കും ചില ഇടപെടലുകളിലേക്കും വനംവകുപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ വന്നത്. എന്നാലും അത് തുടരുകയാണ്. ഒരു അനിശ്ചിതത്വം ഇവരുടെ കാര്യങ്ങളിലെല്ലാം തുടരുന്നു. ഇവർ വളരെ നിസ്സഹായരാണ്. കാരണം എല്ലാ ദിവസവും കൂട് വയ്ക്കുന്നു. ഇപ്പോൾ 5ഓളം കൂടുകൾ വെച്ചിട്ടുണ്ട്, 36 ക്യാമറ ട്രാപ്പുകൾ വെച്ചിട്ട്. ഈ കണക്കുകളൊക്കെ വനംവകുപ്പ് പറയുമ്പോൾ തന്നെ ഈ വനംവകുപ്പിന്റെ മുന്നിലൂടെ തന്നെയാണ് രാത്രി മറ്റിടങ്ങളിൽ പോയി കടുവ ഇരയെ കണ്ടെത്തുന്നതും. ഇത് ജനങ്ങളിൽ വലിയ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുള്ള ഒരു പരിഹാരമാണ് വേണ്ടതെന്നാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാരുടെ ഈ വളരെ വൈകാരികമായ കാര്യമായി തന്നെ നമുക്കിതിനെ കാണാമെങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ആരോടാണ് ഇവർ പറയുക? കാരണം ഇതിനുള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്, പരിശോധന നടക്കുന്നു. അപ്പോഴും ഒരു മറുഭാഗത്ത് കടുവ വീണ്ടും വീണ്ടും ഈ ഇരകളെ കണ്ടെത്തുന്നു, പുതിയ വളർത്തുമൃഗങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആശങ്കയാണ് ജനങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളത്. നമ്മളിപ്പോൾ ഇന്നലെ രാത്രി പശുക്കിടാവിനെ കടുവ കൊന്ന പുതിയിടത്തെ ജോൺസൺ മാഷയുടെ പറമ്പിലാണുള്ളത്. തോട്ടത്തിൽ അപ്പുറത്തായിട്ടാണ് പശുക്കിടാവിന്റെ ഇത് ശവശരീരം കിടക്കുന്നത്. ഇപ്പോൾ നാട്ടുകാരുടെ വലിയ ആശങ്കയോടെ തന്നെ ഈ തോട്ടത്തിൽ കൂടിയിട്ടുണ്ട്. എന്താണ് ഇപ്പോഴുള്ള ഒരു അവസ്ഥ? നിലവിൽ നമ്മളെല്ലാവരും ഭീതിജനകമായ അവസ്ഥയിലാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വനവുമായി ബന്ധപ്പെട്ട ഒരു ഏരിയ അല്ല ഈ പ്രദേശം. കൃത്യമായിട്ട് ജനങ്ങൾ അധിവസിക്കുന്ന ഒരു മേഖലയാണ്, ജനവാസ മേഖലയാണ്. ഫോറസ്റ്റിൽ നിന്ന് 4 കിലോമീറ്റർ ദൂരെയാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഇവിടം വരെ കടുവ എത്തുക എന്നത് ജനങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്ന കാര്യമല്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ല വിഷയങ്ങൾ. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 18 ദിവസമായി കടുവയുടെ ശല്യമുള്ള ഏരിയ എന്ന് വെച്ചാൽ കൃത്യമായി ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന ഏരിയയാണ്. അവിടെയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. കടുവ ഉണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ്. അതിനനുസരിച്ചുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നു. എന്നാൽ അവിടെ നിന്ന് 3 കിലോമീറ്റർ മാറി കടുവ എത്തുക എന്നത് ഞങ്ങൾ ആരും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്ന കാര്യമല്ല. മാത്രമല്ല ഇന്നലെ ജോൺ സാറിന്റെ വീട്ടിൽ കടുവ വന്ന് പിടിച്ചുകൊണ്ട് പോയ സമയം എന്ന് പറയുന്നത് 12 മണിയോട് കൂടിയാണ്. ഈ പ്രദേശങ്ങളൊക്കെ വെച്ചാൽ 12 മണി എന്ന് പറയുന്നത് അത്ര വൈകിയ സമയമല്ല. നമ്മളൊക്കെ സാധാരണ നാട്ടുകാരൊക്കെ പല കാര്യങ്ങളിലായിട്ട് ഇടപെടുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ 12 മണി സമയത്ത് വരെ കടുവ വന്നു എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് 3 കിലോമീറ്റർ മാറി വരണമെങ്കിൽ 2-3 മണിക്കൂറുകളോളം സമയം എടുത്തിട്ടായിരിക്കും വന്നത്. ഈ സമയങ്ങളിലൊക്കെ നാട്ടുകാർ റോഡിലും അല്ലാതെയും വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന മേഖലയിലൂടെയാണ് ഇങ്ങോട്ട് കടുവ എത്തിയിട്ടുള്ളത്. മാത്രമല്ല ഇവിടുന്ന് 1 കിലോമീറ്റർ മാറി കുറച്ചുകൂടി ജനവാസ മേഖലയിലേക്കാണ് കടുവ ഇന്ന് പോയിട്ടുള്ളത്. വെളുപ്പിന് 3 മണിക്കാണ് അവിടെയുള്ള ആടിനെ പിടിച്ചുകൊണ്ട് പോയിട്ടിരിക്കുന്നത്. ഇതൊക്കെ എന്ന് പറയുന്നത് വനം വകുപ്പിന്റെ അനാസ്ഥ മൂലം ഉണ്ടാകുന്നതാണെന്നാണ് ഞങ്ങൾ നാട്ടുകാരുടെ പൊതുവെയുള്ള അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വീകരിച്ച നടപടികളൊന്നും കൊണ്ട് ഈ കടുവയെ പിടിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് അങ്ങേയറ്റം പ്രതിഷേധകരമായ ഒരു കാര്യമാണ്. മാത്രമല്ല അവരുടെ നിഗമനങ്ങളും ശരിയാണെന്ന് കരുതുന്നില്ല. അവരുടെ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 3 ദിവസമായിട്ട് നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവരോടൊപ്പം രാത്രികാലങ്ങൾ സഹകരിച്ച് നേരം വെളുക്കുന്നത് വരെ ഉറക്കമൊഴിച്ച് കാത്തിരുന്ന് കടുവയെ ഫോറസ്റ്റിലേക്ക് തുരത്തുന്നതിനായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ അവരുടെ ആ നടപടികളിൽ നിന്ന് കടുവ കൂടുതൽ ജനവാസ മേഖലയിലേക്ക് വരുന്ന കാര്യമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അവിടെ നിന്ന് പടക്കം പൊട്ടിച്ചോ അല്ലെങ്കിൽ ബഹളമുണ്ടാക്കിയോ ആ കടുവയെ തുരത്തുന്നത് ജനവാസ മേഖലയിലേക്കാണ്. ആ തരത്തിലുള്ള നടപടികൾ വനംവകുപ്പ് ഇനി സ്വീകരിക്കാൻ ഞങ്ങൾ നാട്ടുകാർ എന്തായാലും സമ്മതിക്കുന്ന കാര്യമല്ല. ഇനി ശക്തമായ രീതിയിൽ കടുവയെ പിടിക്കുന്ന ഏരിയ സ്പോട്ട് ചെയ്തുകൊണ്ട് അതിന് ചുറ്റും എന്തെങ്കിലും നടപടികൾ ആരംഭിച്ച് കടുവയെ കേന്ദ്രീകരിച്ച് തന്നെ പിടിക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. രാത്രി ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ട്. 12 മണി സമയം എന്ന് വേണമെങ്കിൽ പറയാം. കൃത്യം 12. ഞങ്ങൾ നല്ല ഉറക്കത്തിലായിരുന്നു. ഞാനും എൻ്റെ വൈഫും മാത്രമേ വീട്ടിലുള്ളൂ. മക്കളൊക്കെ ദിവസങ്ങളിലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി ഭയത്തോടു കൂടിയിട്ടാണ് പുറത്തിറങ്ങിയത്. പശു ഇങ്ങനെ എന്തോ ഒരു അവസരം കൽപ്പിക്കുന്ന മാതിരിയുള്ള ശബ്ദമാണ് പുറപ്പെടുവിച്ചത്. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ചാടി എഴുന്നേറ്റ് വീടിന് പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഈ പശുവിനെ കെട്ടിയ തൊഴുത്തിനകത്ത് ചെന്ന് നോക്കുമ്പോൾ ക്ടാവിനെ കാണുന്നില്ല.
കിടാവിനെ കെട്ടിയ കുറ്റി തൂണയിൽ കയറ് കിടപ്പുണ്ട്. അതിൻ്റെ കഴുത്തേലൊരു വട്ടക്കയറുണ്ടായിരുന്നു. ആ വട്ടക്കയറ് പൊട്ടിച്ചിട്ടാണെന്ന് രാവിലെയാണ് വട്ടക്കയറ് പൊട്ടിച്ചെന്നുള്ള വിവരം അറിയുന്നത്. രാത്രിയിൽ ഞങ്ങൾ സംശയിച്ചത് വല്ല കള്ളന്മാരും പിടിച്ചുകൊണ്ട് പോയതായിരിക്കും എന്നാണ് ഓർത്തത്. അങ്ങനെ ഞങ്ങൾ അയൽവക്കത്തുള്ള ഒരു നേരം വെളുത്തപ്പോൾ അനിയെന്ന് പറയുന്നതിലൊരു കോൺസ്റ്റബിൾ വന്ന് നോക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് പരിസരത്ത് നോക്കിയപ്പോഴാണ് ഈ കിടാവ് ചത്ത് കിടക്കുന്നതായിട്ട് കണ്ടത്. ഏതാണ്ട് തൊഴുത്തിൽ നിന്ന് 10-25 മീറ്റർ അകലെയാണ് അതിനെ വലിച്ചുകൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നതായിട്ട് കണ്ടത്. രഞ്ജിത്ത്, വളരെ നാട്ടുകാരുടെ ആശങ്ക വളരെ കൃത്യമാണ്. കാരണം ഒരു കാടടച്ചിട്ടുള്ള ഒരു പ്രകടനമോ തെരച്ചിലോ അല്ല, ഔദ്യോഗികമായ ഇടപെടൽ അല്ല വേണ്ടതെന്നാണ് കൃത്യമായി അവർ പറയുന്നത്. കാരണം ഇത് വനപ്രദേശത്ത് നിന്ന് 4-5 കിലോമീറ്റർ അകലെയുള്ള ജനവാസ പ്രദേശമാണ്. ഇത് മുമ്പ് ഈ കുറുക്കൻമൂല തുടങ്ങിയ സ്ഥലങ്ങൾ ജനവാസ കേന്ദ്രത്തിന് അടുത്തുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അത്തരം ആശങ്കയും ഇത്തരം വന്യമൃഗങ്ങളുടെ ആക്രമണമൊക്കെ സ്വാഭാവികമാണ്. അതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വാഭാവികമായി സ്വീകരിക്കും. പക്ഷേ ഇത് അസ്വാഭാവികമാണ് എന്നാണ് നാട്ടുകാരുടെ ആശങ്ക. കാരണം ഒരിക്കലും കടുവയടക്കമുള്ള വന്യമൃഗങ്ങൾ എത്തില്ല എന്ന് കരുതുന്ന വളരെ ജനസാന്ദ്രത കൂടിയ പ്രദേശത്തെ ആണ് ഇത്. വളരെ അസമയവുമല്ല, 12 മണിക്കും പുലർച്ചെയുമൊക്കെയാണ് ഇത്തരത്തിൽ ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. നമുക്കെന്തായാലും അവിടെ വലിയ ഭീതിയിലാണ് ആ പ്രദേശം. വീണ്ടും 2 വന്യമൃഗങ്ങളെ കൂടി ഇന്നലെ രാത്രിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടൊരു പശ്ചാത്തലം കൂടി. കടുവ ഇപ്പോഴും സജീവമായി തന്നെ ആ മേഖലയിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനുശേഷം ക്യാൻസർ അനുഭവങ്ങൾ പങ്കുവച്ച് സദസ്യരുടെ കണ്ണ് നനച്ചും ചിരിപ്പിച്ചും നടൻ ഇന്നസെന്റ്. മലപ്പുറം വണ്ടൂർ തിരുവാലിയിൽ പാലിയേറ്റീവ് ധനശേഖരണ പ്രചാരണ പരിപാടിയിലായിരുന്നു ഇന്നസെന്റ് മനസ്സൂറുന്നത്. സുരേഷ് കൊട്ടോല സംവിധാനം ചെയ്ത 2 ഹ്രസ്വചിത്രങ്ങളും അദ്ദേഹം പ്രകാശനം ചെയ്തു. വേദന നിറഞ്ഞ രോഗകാലത്തെ ഓർമ്മകൾ നർമ്മത്തിന്റെ മധുരത്തിൽ പൊതിഞ്ഞ് ഇന്നസെന്റ് പറഞ്ഞു തുടങ്ങിയപ്പോൾ സദസ് കേട്ടിരുന്നു, ചിരിച്ചു, മിഴികൾ തുടച്ചു. ചേച്ചിമാര് പറയാ, അയ്യോ സിനിമയിൽ കാണുന്ന പോലല്ല, നേരിട്ട് കാണുമ്പോൾ എന്ത് ഭംഗിയാ. അങ്ങനെ എന്റെ ഭംഗി മുഴുവനും പോയിട്ടാ വരണേന്നുള്ള കഥ അവർക്കറിയില്ല. ഷെയ്ഡ്, സപ്പോർട്ട് എന്നീ 2 ഹ്രസ്വചിത്രങ്ങളാണ് തിരുവാലി MB ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഇന്നസെന്റ് പ്രകാശനം ചെയ്തത്. തിരുവാലി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിന് വേണ്ടി ഒരു സന്തോഷം ഒരു സാന്ത്വനം ക്യാമ്പയിനിന്റെ ഭാഗമായിട്ടാണ് ഹ്രസ്വചിത്രങ്ങൾ നിർമ്മിച്ചത്. നടൻ വിനോദ് കോവൂർ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് V രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ചിത്രങ്ങളുടെ പ്രദർശനം നടന്നു. ന്യൂസ് 18 മലപ്പുറം. കോട്ടയത്ത് അറസ്റ്റിലായ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥന്റെ ഫ്ളാറ്റിൽ നിന്നും 16 ലക്ഷം രൂപ വിജിലൻസ് കണ്ടെത്തി. ആലുവയിലെ ഫ്ളാറ്റിൽ നിന്നാണ് തുക കണ്ടെത്തിയത്. ബാങ്ക് നിക്ഷേപവും ഭൂമിയും ഉൾപ്പെടെ ഇയാളുടെ കൂടുതൽ സ്വത്ത് വിവരങ്ങളും വിജിലൻസിന് കിട്ടി. ടയർ അനുബന്ധ സ്ഥാപനത്തിന് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് കോട്ടയം ജില്ലാ ഓഫീസർ AM ഹാരിസ് ഇന്നലെ പിടിയിലായത്. ശ്രീജിത്ത് ശ്രീജിത്ത് ഇന്നലെ ഇയാളെ കൈക്കൂലി കേസിൽ പിടിച്ചിരുന്നു. നിരവധി ക്രമക്കേടുകൾ ഇയാൾ നടത്തിയിട്ടുണ്ട്. വലിയൊരു കൈക്കൂലിക്കാരനായിരുന്നു എന്നാണോ വ്യക്തമാക്കുന്നത്? തീർച്ചയായും അങ്ങനെയാണ്. വലിയ ഒരു അഴിമതിയുടെ കഥയാണ്, വലിയൊരു കൈക്കൂലിയുടെ കഥയാണ് പുറത്തു വരുന്നത്. ഇയാളുടെ ആലുവയിലെ ഫ്ളാറ്റിൽ നടത്തിയ റെയ്ഡിലാണ് 16 ലക്ഷം രൂപയോളം വീട്ടിൽ നിന്ന് വിജിലൻസ് സംഘം 16 ലക്ഷം രൂപ കണ്ടെത്തിയത്. അതുകൂടാതെ അവിടെ ആലുവയിൽ ഏതാണ്ട് 1 കോടിയോളം രൂപയുടെ അടുത്തുള്ള ഫ്ളാറ്റ് ഉണ്ട്. തിരുവനന്തപുരത്ത് 2000 സ്ക്വയർ ഫീറ്റ് വീടുണ്ട്. 33 സെന്റ് സ്ഥലം പന്തളത്ത് ഉണ്ട് എന്നും വിജിലൻസ് സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഈ 20 ലക്ഷത്തോളം രൂപ ഇയാളുടെ അക്കൗണ്ടിലുണ്ട് എന്നും വിജിലൻസ് സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഈ അനധികൃതമായി പണം സൂക്ഷിച്ചത് അടക്കമുള്ള ഗുരുതരമായ കുറ്റമാണ് ഇയാൾ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇയാളെ ഇന്നലെ തന്നെ വിജിലൻസ് സംഘം കസ്റ്റഡിയിലെടുത്ത് രാത്രി തന്നെ തുടർ പരിശോധനകൾ നടത്തുകയായിരുന്നു. അപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. ടയർ അനുബന്ധ സ്ഥാപനത്തിന് ശബ്ദ മലിനീകരണവുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ 4 വർഷമായി നൽകുന്നത് ഇയാൾ തടഞ്ഞിരിക്കുകയായിരുന്നു. കൈക്കൂലി ആവശ്യപ്പെട്ടുകൊണ്ട് നേരിട്ട് ഇയാൾ രംഗത്തെത്തുന്ന സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ജില്ലാ മലിനീകരണ ബോർഡ് ഉദ്യോഗസ്ഥനാണ്. മാത്രമല്ല മുൻ മലിനീകരണ ബോർഡ് ഉദ്യോഗസ്ഥനായ ജോസ്മോനെതിരെയും പോലീസ് വിജിലൻസ് സംഘം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ വ്യാപകമായ ഒരു കൈക്കൂലിയുടെ കഥയാണ് കോട്ടയത്ത് നിന്ന് പുറത്തു വരുന്നത്. രഞ്ജിത്ത്. ശരി ശ്രീജിത്ത്. സമരം മയപ്പെടുത്തി PG ഡോക്ടർമാർ. അത്യാഹിത വിഭാഗം ബഹിഷ്കരണം അവസാനിപ്പിച്ച് ജോലിക്ക് കയറി തുടങ്ങി. അതേസമയം OP വാർഡ് ബഹിഷ്കരണം തുടരും. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ്. ഉമേഷ്, എന്തെങ്കിലും ഉറപ്പ് ഇവർക്ക് സർക്കാരിൽ ലഭിച്ചിട്ടുണ്ടോ, അതോ ഇവർ സമരം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നോ?
ഇന്നലെ നടന്ന ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ അത്യാഹിത ഡ്യൂട്ടി ബഹിഷ്കരണം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ ഇത്തരത്തിൽ ഇവരുടെ ഡ്യൂട്ടി സമയം ഏകീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടും അമിത ജോലിഭാരമുണ്ടെങ്കിൽ അത് പഠിക്കുന്നതിന് പ്രത്യേക കമ്മിറ്റി നിയോഗിക്കാമെന്നും ആരോഗ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. ഇത്തരത്തിൽ ആരോഗ്യമന്ത്രിയുടെ ഉറപ്പിനെ തുടർന്ന് തങ്ങളുടെ സമരത്തിന്റെ ഒരു രീതി മാറ്റുന്നു. സമരം താൽക്കാലികമായി അത്യാഹിത വിഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള സമരം അതേ രീതിയിൽ തുടരും. OP, വാർഡ് ഡ്യൂട്ടികളെല്ലാം ബഹിഷ്കരിക്കും. പക്ഷേ അത്യാഹിത ഡ്യൂട്ടികൾ ബഹിഷ്കരിക്കില്ല എന്നാണ് ഇപ്പോൾ PG ഡോക്ടർമാരുടെ നിലപാട്. രാവിലെ 8 മണി മുതൽ തന്നെ ഡോക്ടർമാർ ഇത്തരത്തിൽ അത്യാഹിത ഡ്യൂട്ടികൾ കയറി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് 1 മണിക്ക് വീണ്ടും ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായി ചർച്ച നടത്താൻ അവസരം നൽകിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായി സ്റ്റൈഫൻഡ് വർധനവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനാണ് ആരോഗ്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ശരി. രാജ്യത്തെല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തി മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. നിർമ്മാണം 2023 മുൻപ് പൂർത്തിയാക്കാൻ കമ്പനിയോട് ആവശ്യപ്പെട്ടതായി മന്ത്രി വ്യക്തമാക്കി. 1050 മീറ്റർ പൂർത്തീകരിച്ചു. പാറ ലഭ്യതക്കുറവുമായി ബന്ധപ്പെട്ട് തമിഴ്നാടുമായി സംസാരിച്ചുവെന്നും പദ്ധതി പ്രദേശത്തെ മറ്റ് വിഷയങ്ങൾ പരിഹരിക്കാൻ ജനുവരി മാസത്തിൽ പ്രത്യേക യോഗം ചേരുമെന്നും മന്ത്രി അറിയിച്ചു. വളരെ ഫാസ്റ്റായിട്ട് വർക്കുകൾ നീങ്ങുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച പീരീഡിൽ തന്നെ വർക്കുകൾ പൂർത്തിയാക്കി ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും, ആവശ്യമാത്ര കല്ലുകൾ ഇവിടെ സ്റ്റോക്ക് ചെയ്ത് ഇപ്പോഴുള്ള പ്രശ്നം വരുന്ന കല്ലുകൾ മുഴുവൻ സ്റ്റോക്ക് ചെയ്യാനുള്ള സ്ഥലപരിമിതിയുടെ പ്രശ്നം ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് ബംഗ്ലാദേശ് വിമോചന യുദ്ധവിജയത്തിന്റെ 50ാം വാർഷിക ദിനത്തിൽ രാജ്യത്തെ വിവിധ സൈനിക കേന്ദ്രങ്ങളിൽ ആഘോഷ പരിപാടികൾ നടക്കുന്നു. തിരുവനന്തപുരത്ത് മദ്രാസ് റെജിമെന്റ് 16 ബറ്റാലിയൻ എക്സ് സർവീസ് മെൻ കേരള വിംഗ് ആണ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. മഹാവീർ ചക്ര തോമസ് ഫിലിപ്പോസിന്റെ തിരുവല്ലയിലെ വസതിയിൽ നിന്ന് ആരംഭിച്ച ദീപശിഖ ബൈക്ക് റാലി തിരുവനന്തപുരം നഗരത്തിലെത്തി. മദ്രാസ് കേരള വിംഗ് എക്സ് സർവീസ്മെൻ കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള ദീപശിഖ റാലിയെ വീരോചിതമായി നമുക്ക് സ്വീകരിക്കാം. ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തെക്കുറിച്ചുള്ള 1971 ഇന്ത്യ പാകിസ്ഥാൻ വാർ നടന്നല്ലോ, അതിൻ്റെ 50ാം വാർഷികം ആഘോഷിക്കണമെന്ന്. അപ്പോൾ അതിൽ മരിച്ചവരും മരിച്ചവരുടെ ബന്ധുക്കളും ജീവിച്ചിരിക്കുന്നവർക്കുമായിട്ടുള്ള ആചരണമാണ് ഇന്ന് വഴുതക്കാട് നമ്മുടെ ഹിന്ദി പ്രചാര സഭ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത്. ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തെക്കുറിച്ചുള്ള സ്പെഷ്യൽ കറസ്പോണ്ടന്റ് കാണാം ഇടവേളയ്ക്ക് ശേഷം. ഏതായാലും മോർണിംഗ് ഷോ അവസാനിപ്പിക്കാനുള്ള സമയമായി. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com.